ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഈ ഒരു അടുത്ത സമയത്ത് ഫേസ്ബുക്കിലോടുകൂടി വന്ന ഏറ്റവും പുതിയ അൽക്കസർ എന്ന വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ കൊണ്ടുവരാനായിട്ട്. കുറച്ച് ടൈം എടുത്തു നമ്മൾ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. നമ്മൾ സാധാരണ അങ്ങനെ ഫുൾ ഓപ്ഷൻ വേരിയൻസുകൾ ചെയ്യാറില്ല, പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. കാര്യം ഇതിനകത്ത് അത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് ചെയ്തേക്കാം എന്ന് കരുതിയത്. ഡീസലിലും പെട്രോളും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഡീസലിലും പെട്രോളും നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ വരുന്ന സമയത്തും അല്ലെങ്കിൽ ട്രാൻസ്മിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 21 ലക്ഷം മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊരു 7 സീറ്ററിലും 6 സീറ്ററിലും നമുക്ക് അവൈലബിൾ ആണ്. അത്രത്തോളം പ്രീമിയമാണ് ഈ ഒരു വാഹനം. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണെന്ന് പറഞ്ഞു. ഇതിന് നമുക്ക് ഏകദേശം ഒരു 27 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ 27 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അത് ഈ ഒരു വാഹനത്തിനുള്ളിലെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലുക്കിലോട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ണിലേക്ക് പെടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രില്ലും ഒക്കെ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു കണ്ണിൽ പെടുന്നത് അത്യാവശ്യം വലുപ്പമേറിയ ഗ്രില്ല് തന്നെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതിന് അത്യാവശ്യം ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ അത്യാവശ്യം ഗ്ലോസി ഫിനിഷിൽ തന്നെയാണ് അത് നൽകിയിട്ടുള്ളത്. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു DRലും ടേൺ ഇൻഡിക്കേറ്ററൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. അതിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു H പോലെ തോന്നുന്ന ഒരു ഡിസൈൻ പാറ്റേണിലാണ് അത് നൽകിയിട്ടുള്ളത്. കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഒരു ഗ്രില്ലിൽ കൂടി തന്നെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ആ ഒരു DRൽ നൽകിയിട്ടുള്ളത്. താഴേക്ക് വരുന്ന സമയത്ത് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ADAS ഫീച്ചർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു അലുമിനിയം ഫിനിഷ് പോലെ തോന്നുന്ന ഒരു എലമെൻറ്റ് കൂടി ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഹ്യുണ്ടായുടെ ലോഗോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്തും നല്ല ക്യാരക്ടർ ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ലൈൻസ് അത്രയും വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീൽ വാഹനം കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ക്യാമറയുടെ ഓപ്ഷനാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓവറോൾ ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് നൽകിയിട്ടുള്ളത് കാണാം. LED ഹെഡ്ലാമ്പ് നൽകിയിട്ടുള്ളത് കാണാം. ADAS ഫീച്ചർ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഓവറോൾ ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് തന്നെ നോർമലി ഒരു വാഹനത്തെക്കാട്ടിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല മൊത്തത്തിലൊരു ന്യൂ ഷേപ്പ് കൂടിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നൽകിയിട്ടുള്ള ചെറിയൊരു മാറ്റമല്ല, അത്യാവശ്യം നല്ലൊരു മാറ്റവും വാഹനത്തിന് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സൈഡിലേക്ക് വരാം. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് അങ്ങ് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാനായിട്ട് സാധിക്കത്തില്ല. ആദ്യത്തെ ഒരു മാറ്റം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു അലോയുടെ ഒരു ചേഞ്ചാണ് നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു വാഹനത്തിൽ സാധിക്കുന്നത്. ഒരു ടയർ സൈസ് വരുന്നത് ഏകദേശം ഒരു 18 ഇഞ്ചാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത്. അതായത് 215/55 R18 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. ആ ഒരു അലോയിൽ തന്നെ 2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് കാണാം. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ആ ഒരു സിൽവർ പോലെ തോന്നുന്ന ആ ഒരു എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. 18 ഇഞ്ചാണ് ഞാൻ പറഞ്ഞു. അത്യാവശ്യം പ്രൊഫൈലുള്ള ടയർ തന്നെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 ടയറിലും ഈ ഒരു വാഹനത്തിന് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. 6 എയർ ബാഗ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു ഫ്രണ്ടറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല. ഒരു ഓട്ടോമാറ്റിക് വാഹനമായാലും ഒരു ബാഡ്ജിങ് ഇവിടെ പ്ലേസ് ചെയ്തു. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ആ ഒരു ക്യാമറയുടെ ഓപ്ഷൻ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് റൂഫ് റെയിൽ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു റൂഫ് റെയിലിൻ്റെ പ്രത്യേകത അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ലഗേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യണമെങ്കിൽ ഈ ഒരു റൂഫ് റെയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു റൂഫ് റെയിൽ ചെയ്തിട്ടുള്ളത്. അതും നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു റിയർ സൈഡിലെ ഡോറിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാര്യം ഈ ഒരു സൈഡിൽ കൂടിയാണ് നമുക്ക് 3rd റോ, ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിയർ സൈഡിലെ ആ ഡോറിന് അത്രത്തോളം വലിപ്പവും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. ഈ ഒരു 3rd റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഏരിയ നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു അലുമിനിയം പോലെ തോന്നുന്ന ആ ഒരു എലമെൻറ്റ് ആ ഒരു സൈഡ് പ്രൊഫൈലായിട്ട് നൽകിയിട്ടുള്ളത് കാണാം. ഓവറോൾ ലെങ്തിലേക്ക് വരുന്ന സമയത്ത് 4560 mm ലെങ്ത് വരുന്നുണ്ട്. 1800 mm വിക്ത് വരുന്നുണ്ട്. 1710 mm ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. 2760 mm വീൽ ബേസും 200 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നേരെ നമുക്ക് റിയർ പ്രൊഫൈലിലേക്ക് വരാം. അപ്പോൾ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കണ്ട അത്രത്തോളം മാറ്റങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിലും കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമ്മൾ കണ്ണിപ്പെടുന്നത് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ തന്നെയാണ്. നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു DRൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ആ ഒരു H പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാനുണ്ട്.
സ്ട്രൈറ്റ് ആയിട്ട് വന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പോയി ഈ ഒരു പോർഷനിലും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു എച്ച് പോലെ തോന്നുന്ന ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കും. അൽക്കസർ എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്, സിഗ്നേച്ചർ എന്നതാണ് ഇതിനൊരു വേരിയൻസ് വരുന്നത്. അതുപോലെ ഈ താഴ്ഭാഗത്തും ആ ഒരു അലുമിനിയം പോലെ തോന്നുന്ന ഒരു കളർ തീം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്. റിയർ വൈപ്പർ, ഡിഫോക്കൽ ലൈൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് ഇപ്പോൾ 7 സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബൂട്ട് സ്പേസ് നമുക്ക് അവകാശപ്പെടാനായിട്ട് വരുന്നില്ല. 180 ലിറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഈ ഒരു പോർഷനിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. രാത്രി സമയങ്ങളിൽ നമുക്ക് വളരെയധികം അത് പ്രയോജനപ്പെടുന്നതാണ്. ബോസിൻ്റെ സ്പീക്കറാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അത്രത്തോളം പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൽ വരുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇവിടെ ജസ്റ്റ് സ്പേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ജാക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റ് 50-50 രീതിയിലാണ് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീറ്റ് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് മടക്കിയിടാൻ സാധിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അത്രത്തോളം ബൂട്ട് സ്പേസ്, നമുക്ക് ഏകദേശം ഒരു 579 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ ഒരു 2 സീറ്റുകൾ നമ്മൾ മടക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. കണ്ട ബൂട്ട് സ്പേസ് ഇപ്പോൾ ആയത് കണ്ട നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നിങ്ങളൊരു 4 പേരെയൊക്കെ യാത്ര ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത് തിരിച്ചാക്കുന്നതിന് വളരെ എളുപ്പം തന്നെയാണ്. പ്രത്യേകിച്ച് പാടാ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. കണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾക്കിത് തിരിച്ചാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ 5 പേരെ പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാം. ഈ ഒരു പോർഷനിലാണ് നിങ്ങൾക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജസ്റ്റ് നമുക്കിതങ്ങ് തിരിച്ചിട്ടേക്കാം. അതിനുശേഷം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു 3rd റോയിലും കമ്പനി നൽകിയിട്ടുള്ളത്. ഇത്രത്തോളം പ്രൈസ് വരുന്ന വാഹനമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം വരുന്നതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ പാഡ് വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ആ ഒരു ഡോർ പാഡിലും കാണാൻ സാധിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള. ആ ഒരു ഡോർ പാഡിൽ ആ ഒരു കളർ തീമിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം. ഇവിടെ നല്ലൊരു ഗ്ലോസി എലമെൻറ്റ് നൽകി 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ മെമ്മറി ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു സീറ്റിന് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു കൺട്രോളാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സീറ്റ് നോക്കിക്കും. സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലിയാണ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുള്ളത്. നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്തും കണ്ട ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് കമ്പനി നൽകിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അതിനകത്ത് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. വാഹനം നമുക്ക് ഫോൺ ഉപയോഗിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും AC ഓൺ ആക്കാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറ്റും. ഈ ഒരു ബ്ലൂ ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വർഷം കൊണ്ട് കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യേണ്ടതും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും പുഷ് ബട്ടൻ്റെയും ആ ഒരു കൺട്രോൾസാണ് ആ ഒരു പോർഷൻ നൽകിയത്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെറിയൊരു മാഗ്നറ്റിക് ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. അതിന് എന്താണെന്ന് പറയേണ്ട കാര്യം ഓൾറെഡി നമ്മൾ ക്രെറ്റയിലൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെങ്കിലും കോയിൻസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ആ ഒരു പോർഷനിൽ വെക്കാൻ സാധിക്കും. സ്റ്റിയറിംഗിലേക്ക് ഒരു സമയത്ത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഒരുപാട് വലിപ്പം ഉള്ളതായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം ഒതുക്കിയ ഒരു സ്റ്റിയറിംഗ് വീലാണ്. കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ളൊരു വലിപ്പം ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ എലമെൻ്റൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ കൂടെ പോയേക്കുന്നതൊക്കെ കൊള്ളാം. ലെതർ റാപ്പിഡുമാണ്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അകത്തേക്ക് കയറി ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഡാഷ്ബോർഡ് നോക്കിക്കോ. നല്ല പ്രീമിയം രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഇന്ത്യയിലാണ് നമുക്ക് പറയേണ്ടി വരും. എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്കൊന്ന് ഏകദേശം ഒരു 10.25 ഇഞ്ചാണ് ഇത് വരുന്നത്. നമ്മളിതിൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യൂണ്ടായി വാഹനങ്ങളിലെ കിയയുടെ വാഹനങ്ങളിലൊന്നും ഫീച്ചേഴ്സിന് വെല്ലാനായിട്ട് മറ്റൊരു ബ്രാൻഡും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നിട്ട് ഇവർ ഈ ഒരു ഡീസൽ വാഹനത്തിൽ എന്തുകൊണ്ട് സൺറൂഫ് നൽകിയില്ല എന്നെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പെട്രോൾ വാഹനത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ സൺറൂഫ് നൽകാതിരുന്നത് എന്നാണ് എനിക്ക് കാര്യം. ഇപ്പോൾ ഭാവിയിലേക്ക് ഒരു സമയത്ത് ഡീസൽ വാഹനങ്ങൾ നിർത്തി വരും. എനിക്ക് തോന്നുന്നു അതായിരിക്കാം പെട്രോൾ വാഹനത്തെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പെട്രോൾ വാഹനത്തിൽ വേരിയൻറ്റിൽ മാത്രം സൺറൂഫ് നൽകിയിട്ടുള്ളത്. ഡീസലിനെ പ്രൊമോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കമ്പനിക്കാർ പറഞ്ഞതെന്നല്ല, എൻ്റെ ഒരു തോന്നിയൊരു അറിവ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വരാം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ ഇൻഫോർട്ടൈൻ സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒതുങ്ങിയ സ്റ്റിയറിംഗ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് സമയത്ത് അത്രത്തോളം കംഫർട്ട് ഫീൽ ചെയ്യും. എനിക്കൊരു പരിധി വരെ ഈ ഒരു ഒതുങ്ങിയ സ്റ്റിയറിംഗിൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ല സ്ലിം ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കളർ തീം നല്ല രസമുണ്ട്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതേപോലെ തന്നെ ഈ ഒരു കളർ തീം നല്ല രസമുണ്ട് കാണാനായിട്ട്. സീറ്റിലൊക്കെ അവർ ആ ഒരു കളർ തീം തന്നെ നൽകിയിട്ടുണ്ട്. ഡോർ പാഡിലുമൊക്കെ ആ ഒരു കളർ തീം തന്നെ നൽകി നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് ഈ ഒരു വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെ ആയിരിക്കും ആ ഒരു കസ്റ്റമർക്ക് കിട്ടുക.
360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ ഉള്ള രീതിയിലും നല്ല HD ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു ക്യാമറ യൂണിറ്റ് അവർ നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ക്രിട്ടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു ടേണി ടിക്കറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക ഇൻസ്റ്റഗ്രാം ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഇതാണ് ഈ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നല്ലൊരു പ്രീമിയം ഫീച്ചറായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഇൻസ്റ്റഗ്രാം ക്ലസ്റ്ററിലൊക്കെ വരുന്നത്. കണക്റ്റഡ് ആയി പോയേക്കുവാണ്. ഈ ഒരു പോർഷനിൽ തുടങ്ങി ഈ ഒരു പോർഷനിൽ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ്. സൈസ് ഞാൻ പറഞ്ഞു 10.25 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കണക്റ്റഡ് കാർഡ് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ബ്ലൂ ലിങ്ക് അത് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫോണിക്കുള്ള തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു AC വെന്റിൻ്റെ കൺട്രോൾ ഡിസൈനൊക്കെ നൽകിയിട്ടുള്ള നല്ല രസമുണ്ട് കാണാനായിട്ട്. വളരെ സ്ലിം ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഡ്യുവൽ സോൺ AC നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രൈസ് കൊടുത്ത് ഈ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിനുതകുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. കൊള്ളാൻ നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അതേപോലെ വയർലെസ് ചാർജിങ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡ്രൈവ് മോഡുകൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. അത് എടുത്ത് പറഞ്ഞേക്കാം. നമുക്ക് ആ ഒരു ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. എക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെയാണ് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ഇൻസ്റ്റഗ്രാം ക്ലസ്റ്ററിലുള്ള കളർ തീം ചേഞ്ച് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ നോർമൽ ഡ്രൈവ് മോഡാണ്. നമ്മളൊരു സ്പോർട്ടിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു റെഡ് ഫിനിഷിലാണ് അത് വരുന്നത്. പിന്നെ എക്കോയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രീൻ പോലത്തെ ആ ഒരു എന്താ പറയുക ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു കളർ തീം നമുക്ക് അതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ആണ് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. ഈ ഒരു വാഹനം ആ ഒരു ഗിയർ ലിവർ അതിൻ്റെ ഡിസൈനും ഒക്കെ കൊള്ളാം. ഈ ഒരു പോർഷനിലേക്കാണ് നല്ല രസമുണ്ട് ആ ഒരു കളർ തീമൊക്കെ കാണാനായിട്ട്. ഇവിടെ കുറേ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ അത് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കൺട്രോളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഈ ഒരു സീറ്റിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. അതിൻ്റെ കൺട്രോൾസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ട് നമുക്ക് ആവശ്യമില്ല എങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ടോപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫുള്ളി എന്താ പറയുക ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. ടോപ്പിലായിട്ട് സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് നൽകിയിട്ടുണ്ട്. സൺറൂഫ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഓൾറെഡി ഞാൻ എടുത്തു പറഞ്ഞു. മിറർ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടിക്കറ്റ് ഹോൾഡറാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കീ വരുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം കീ തന്നെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പുതുമയും കാര്യങ്ങളൊന്നും നമുക്ക് അവകാശപ്പെടാനായിട്ട് വരുന്നില്ല. ഇനി നമുക്ക് റിയർ സീറ്റിൽ കയറി അവിടുത്തെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, സ്റ്റോറേജ് സ്പേസ് കാണിച്ചില്ല. 2 കപ്പ് ഹോൾഡർ ഓൾറെഡി നമുക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ആംബ്രസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് കാണിക്കാനായിട്ട് നമ്മളങ്ങ് വിട്ടുപോയി. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സീറ്റ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം റിയർ സീറ്റ് തന്നെ. അത് നിങ്ങൾ ആ ഒരു ഡോർ പാഡ് നോക്കിയോ, നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ കാണാൻ സാധിക്കും. ആ ഒരു കളർ തീമൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നേരെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു സീറ്റിൻ്റെ അടുത്തിലേക്ക് വരാം. നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സീറ്റാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈ സപ്പോർട്ട് കുറച്ചേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ, അതായത് ഞാൻ ഫ്രണ്ട് സീറ്റ് 2 വെന്റിലേറ്റർ സീറ്റാണ് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ ഒരു റിയർ സൈഡിലെ 2 സീറ്റ് നമുക്ക് വെന്റിലേറ്റർ സീറ്റാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഡോർ പാഡിൻ്റെ തന്നെ ആ ഒരു പോർഷനിലായിട്ട് ആ ഒരു വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ ആ ഒരു കൺട്രോൾ തന്നെ ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ടത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് കണ്ടോ, ഈ ഒരു ഹെഡ് റെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഹെഡ്, അതായത് നമ്മൾ ശകലിരുന്ന് ഉറങ്ങിയൊക്കെ പോയാലും സൈഡിലേക്ക് അങ്ങ് പോകുന്ന രീതിയിലുള്ള നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു 2 സീറ്റിന് നമുക്ക് ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ഈ ഒരു ഫ്രണ്ട് സീറ്റിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സീറ്റ് മാക്സിമം നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കാവുന്നതാണ്. അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് എടുത്തു പറയാം. ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി അതൊന്നും പോരാ, ഇത് നേരത്തെ ഉള്ള അൽക്കസിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു. അതായത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അത് ഫയൽസോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അങ്ങനെ ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് തന്നെ ഒരു കപ്പ് ഹോൾഡർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3.5 കിലോ 3.5 കിലോ വരെ നമുക്ക് ഈ ഒരു ട്രെയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ റിയർ സൈഡിൽ നമുക്ക് AC വെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ്, അതായത് C ടൈപ്പാണ് ചാർജിങ് സോക്കറ്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ വയർലെസ് ചാർജിങ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു സീറ്റ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു കംഫർട്ടിന് നമ്മൾ ഈ ഒരു സീറ്റ് എടുത്തിട്ട്
അതേപോലെ ഈ ഒരു ഇതെടുത്ത് വെച്ചു. തൈ സപ്പോർട്ട് ഞാൻ എനിക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. അപ്പോൾ തൈ സപ്പോർട്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് വളരെ കംഫർട്ടായിട്ട് എനിക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. കൊള്ളാം. ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ആ ഒരു ഉപയോഗം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ പോലും നമ്മൾ സൈഡിലേക്ക് അങ്ങ് പോകത്തില്ല. അത്രത്തോളം സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചെറിയൊരു ഫീച്ചറാണ്, ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേക്കാം. ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു കൺട്രോൾ ഉണ്ട്. ഈ ഒരു സീറ്റ് ബെൽറ്റ് ഈ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വലിയൊരു ഫീച്ചറായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം ചിലത് ഹൈറ്റ് കുറവായിരിക്കും, ചിലത് ഹൈറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. രണ്ട് ഡ്രൈവർ സീറ്റിലും പാസഞ്ചർ സീറ്റിലും അവൈലബിൾ ആണ്. പിന്നൊരു കാര്യം നമ്മൾ വിട്ടുപോയത് സൺ ബ്ലൈൻഡ്. ഇതും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ മാനുവലി ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മാനുവലി കൈകൊണ്ട് തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത്രയൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മൾ അത് ജസ്റ്റ് നമ്മൾ കൈകൊണ്ടൊന്ന് പൊക്കി വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് വിഷയമുള്ള കാര്യമൊന്നും അല്ല. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. സീറ്റൊക്കെ നമ്മൾ ശകലം ഫ്രണ്ടിലേക്ക് ഇട്ടു, തൈ സപ്പോർട്ടൊക്കെ അതുപോലെ തന്നെ മാറ്റി, ആംബ്രസ് നമ്മൾ അതേപോലെ തന്നെ പൊക്കി വെച്ചു. പിന്നെ തേർഡ് റോയിലേക്ക് കയറണമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പോർഷനിൽ കൂടി തന്നെ നമുക്ക് തേർഡ് റോയിലേക്ക് നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് തേർഡ് റോയിലേക്ക് കയറി ജസ്റ്റ് അവിടുത്തെ സ്പേസും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ സീറ്റൊക്കെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലോണം കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തേർഡ് റോയിലേക്ക് നമുക്ക് ഇരിക്കാം. അപ്പോൾ ഈ ഒരു നടുക്കിരിക്കുന്ന ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഈ ഒരു രണ്ട് സീറ്റിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് കാലൊക്കെ വളരെ ഫ്രണ്ടിലേക്ക് വെച്ചുകൊണ്ട് വളരെ വിശാലമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് കാല് നമുക്ക് ഈ ഒരു പോർഷനിൽ വെക്കാൻ സാധിക്കത്തില്ല. ഒരു കാല് ജസ്റ്റ് ഈ ഒരു പോർഷനിലേക്ക് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല. കാര്യം ഈ ഒരു സീറ്റിൻ്റെ പുറകിലായിട്ട് സ്കൂപ്പ് രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കാല് ഒരു പരിധി വരെ നമുക്ക് തട്ടാതിരിക്കുന്നതാണ്. അത് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. ഭയങ്കര തൈ സപ്പോർട്ടോ കാര്യങ്ങളും നമുക്ക് ആ ഒരു സെക്കൻഡ് റോ പോലെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ 3 റോയിൽ നമുക്ക് ലൈറ്റ് അവൈലബിൾ ആണ്. അതും LED ലൈറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. AC വെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ AC വെൻറ്റും നമുക്ക് വരുന്നുണ്ട്, അതേപോലെ ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ആ ഒരു ഫാൻ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നല്ല രീതിയിൽ കൂളിംഗ് വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ കൂളിംഗ് വരുന്നുണ്ട്. അത് കൊള്ളാം. കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആംബ്രസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു തേർഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് പറയാനുള്ള സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഇരിക്കുന്ന ഒരാൾക്ക് വലിയ കുഴപ്പമില്ല. എൻ്റെ അത്രയും സൈസുള്ള ഒരാൾക്ക് അത്യാവശ്യം സ്ലിമ്മായിട്ടിരിക്കുന്ന വലിയ ശരീരവും വലിയ ഹൈറ്റും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാം. അത് നമ്മൾ ഒരു കാല് ഈ ഒരു രീതിയിൽ വെക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ഒരു നടുക്ക് കൂടി ഒരു കാല് വെച്ചെങ്കിൽ മാത്രമേ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റൂ. ഇവിടെ വെച്ചുകൊണ്ടാണെങ്കിലും ഇരിക്കാം, കുറച്ച് ഞെരുങ്ങി ഇരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. എന്നിരുന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. തീരെ അങ്ങ് മോശമാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ നോക്കിയിട്ട് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ സ്പേസ് നമുക്ക് ഈ ഒരു തേർഡ് റോയുടെ കാര്യത്തിൽ പറയാനായിട്ട് പറ്റുന്നത് MG ഗ്ലോസ്റ്ററിൽ മാത്രമാണ്. നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റുന്നത്. ഞാൻ ഈ ഒരു സീറ്റൊക്കെ മാക്സിമം പുറകിലേക്ക് ഇട്ടതിന് മുമ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് തേർഡ് റോയിലേക്ക് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പോൾ ജസ്റ്റ് നമുക്കത് നേരെ ഇട്ടതിന് ശേഷം, പക്ഷേ ഈ ഒരു സീറ്റ് ഞാൻ കറക്റ്റായിട്ട് തന്നെ ഇട്ടത്. ഞാൻ വേണമെങ്കിൽ ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു എൻ്റെ ഒരു കംഫർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ആ തേർഡ് റോയിലിട്ടിരുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് അത്രത്തോളം സ്പേസ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു സീറ്റ് ഞാൻ അപ്പം ചരിച്ചാണ് ഇട്ടേക്കുന്നത്. ജസ്റ്റ് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാണ്ടേ ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാൻ അന്നേരം ഇരുന്ന് നോക്കിക്കോട്ടെ ഇത് സ്പേസ് വരും എന്നുള്ളത്. ആ ഒരു സമയത്ത് കുഴപ്പമില്ല, ആ ഒരു സമയത്ത് ഓക്കെയാണ് സ്പേസ്. നേരത്തെ ഞാൻ കുറച്ച് ബാക്കിലേക്ക് ചരിച്ചിട്ടതാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ മോശമല്ലാത്തൊരു സ്പേസ് എന്ന് പറയാം. തീരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല, എന്നാൽ അങ്ങ് വളരെ മികച്ചതാണെന്ന് പറയാൻ പറ്റത്തില്ല. മോശമല്ലാത്തൊരു സ്പേസ് നമുക്ക് തേർഡ് റോയിൽ കമ്പനി തരുന്നുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൂടെ നോക്കാം. അപ്പോൾ ഓൾറെഡി ഇതൊരു വലിയൊരു വാഹനമാണ്. 7 സീറ്ററാണ് ഈ ഒരു വാഹനം. 6 സീറ്ററിൽ 7 സീറ്റർ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് 6 സീറ്റർ ഓപ്ഷനാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 7 സീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡീസൽ ഓപ്ഷൻ വരുന്നൊരു വാഹനമാണ് ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് പെട്രോൾ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. അതും നമുക്ക് അവൈലബിൾ ആണ്. കുറേ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡീസൽ ആവുന്ന സമയത്ത് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ആണ് എന്നുണ്ടെങ്കിൽ 1.5 ആണ് എഞ്ചിൻ വരുന്നത്. 4 സിലിണ്ടറാണ് നമുക്ക് വരുന്നത്. 116 PS അതേപോലെ തന്നെ ഏകദേശം 250 Nm ടോർക്കുമാണ് നമ്മുടെ ഡീസൽ എഞ്ചിന് കമ്പനി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൈലേജിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 24 കിലോമീറ്റർ റേഞ്ചിൽ ഈ ഒരു ഡീസൽ എഞ്ചിന് കമ്പനി മൈലേജ് പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കറക്റ്റിലൊക്കെ നമുക്ക് ആ ഒരു ഡീസൽ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്, അത്രത്തോളം മൈലേജ് കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ ഈ ഒരു ഹ്യുണ്ടായുടെ ലൈനപ്പിൽ ഡീസൽ എഞ്ചിൻസിന് നല്ല രീതിയിലുള്ള മൈലേജ് കമ്പനി നൽകുന്നുണ്ട്. അത് ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഡീസൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിലേക്ക് പോകാവുന്നതാണ്. അത് നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. വാഹനത്തിൽ 160 PS 253 Nm ടോർക്കും ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ
എഞ്ചിന് കമ്പനി നൽകുന്നുണ്ട്, ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ കമ്പനി നൽകുന്നുണ്ട്. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അറിയാം ഹ്യുണ്ടായുടെ പെട്രോൾ എഞ്ചിൻസിന് കുറേ മൈലേജ് ശകലം കുറവാണ്. ഡീസൽ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നല്ല മൈലേജ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഡീസൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീസലിലേക്ക് വരാം, അതല്ല പെട്രോൾ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിലേക്ക് വരാം. ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം കംഫർട്ട് ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഓൾറെഡി ഇപ്പോഴത്തെ ഒരുവിധപ്പെട്ട വാഹനങ്ങളെല്ലാം നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു പോരായ്മ സൺറൂഫ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കാര്യം ഇപ്പോൾ ഒരു ഉപയോഗം ഇല്ലെങ്കിൽ എല്ലാവർക്കും സൺറൂഫിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അത് ഇല്ല എന്ന് പറയുന്ന സമയത്ത് അതൊരു ചെറിയൊരു പോരായ്മയാണ് ചിലർക്ക് തോന്നുക, എന്നാൽ ചിലർക്ക് അതിൻ്റെ ആവശ്യം വരുന്നതുമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. എക്കോ, സ്പോർട്ട്, നോർമൽ എന്നീ 3 ഡ്രൈവ് മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. ട്രാക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്നോ, മഡ്, സാൻഡ് എന്നിങ്ങനെ 3 ട്രാക്ഷൻ മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. നമ്മൾ ആ ഒരു ഡാഷ്ബോർഡൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കണ്ണിൽ പെടുന്ന ഒരു കാര്യം, ആ ഒരു 10.25 ഇഞ്ചിൻ്റെ ആ ഒരു ക്ലസ്റ്റർ തന്നെയാണ് നമ്മുടെ കണ്ണിൽ പെടുന്നത്. ഓൾറെഡി 360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സീറ്റ് വെന്റിലേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കാര്യങ്ങൾ, ആംബ്രസ് നമുക്ക് വരുന്നുണ്ട്. റിയർ സീറ്റിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു കളർ തീമൊക്കെ നോക്കിയാൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കളർ തീമാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. 4 ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്. ബ്ലൂലി കണക്ടിവിറ്റി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്ന സമയത്ത് തന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോൺ ത്രൂ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നു. ഇപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ തൊട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ് ഹ്യുണ്ടായുടെ കയ്യിൽ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ AC ഓൺ ആക്കാനായിട്ട് സാധിക്കും. സപ്പോസ് നമ്മുടെ കയ്യിൽ കീ ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഫോൺ ത്രൂ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വലിയ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലൊന്നും ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തില്ല. അത്രത്തോളം കംഫർട്ടായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഹുഡിൻ്റെ പോർഷൻ അത്യാവശ്യം താഴ്ന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് റോഡുമായിട്ട് നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ ഒരു ഗ്ലാസ് ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ല വലിപ്പം നമുക്ക് ആ ഒരു ഗ്ലാസ് ഏരിയയ്ക്ക് ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിസിബിലിറ്റി റോഡുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഡ്രൈവിംഗ് സമയത്ത് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഒരു വലിയ വാഹനം കൊണ്ടുനടക്കുന്ന ഒരു ഫീലൊന്നുമില്ല. അപ്പോൾ ഡീസൽ എഞ്ചിൻ എനിക്ക് ഓൾറെഡി കുറച്ച് ഇഷ്ടമാണ് ഓടിക്കുന്നത്. അതിൻ്റെ ഒരു നോയ്സും ഒക്കെ നമ്മൾ ആ ഒരു കാർ കൊടുക്കുന്ന സമയത്ത് ആ ഒരു നോയ്സും അപ്പോൾ നമുക്കതൊരു ഫീൽ ഭയങ്കര നോയ്സൊന്നും അകത്തേക്ക് വരുന്നില്ല. എന്നിരുന്നാലും ഒരു ഫീലാണത് ആ ഒരു എഞ്ചിൻ നമുക്ക് ഓടിക്കുന്ന സമയത്ത്, ആ ഒരു ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനം ഓടിക്കുന്ന സമയത്ത്. വേറൊന്നുമില്ല, നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഏതെങ്കിലും വാഹനമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ സുഹൃത്തിന് തന്നെ നമ്പറാണ്, അവനെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാവുന്നതാണ്, സ്വന്തമാക്കാവുന്നതാണ്. വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വാഹനം അവൻ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സപ്പോസ് വാഹനം ഇല്ലെന്നുണ്ടെങ്കിലും പറയുന്നതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. ഇല്ലാത്ത വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ബുക്കിംഗ് എടുക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട നല്ല രീതിയിലുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഓട്ടോ കിടപ്പുണ്ട്, നല്ല രീതിയിൽ അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഓട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്തൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.